ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥന നടന്നു. വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നതെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവി പറഞ്ഞു. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും പാളയം ഇമാം ആവശ്യപ്പെട്ടു. ധ്രുവീകരണം തെറ്റിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല, അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. നമുക്കറിയാം, തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത്. സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം. ലോകത്ത് ശാന്തിയും സമാധാനവും പുലരുക എന്നതാണ് ഓരോ ബലിപെരുന്നാളും നൽകുന്ന സന്ദേശമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഏതൊരു ആഘോഷവും അതിനെ ധന്യമാക്കുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, പരസ്പരം പങ്കുവെക്കലാണ്. അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. മതത്തിൻ്റെ പേരിൽ അകൽച്ചയെ പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാകും. പക്ഷേ മതങ്ങൾ പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ്. മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഒരു മതവും മറ്റൊരു മതത്തെ തള്ളി പറയുന്നില്ല. ഓരോ മതവും അന്യോന്യം മനസ്സിലാക്കുന്നു. മത നേതാക്കൾ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ഒരു മത നേതാവും മറ്റൊരു മതത്തെ അധിക്ഷേപിക്കാറില്ല. കാരണം അവർ മതത്തെ പഠിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. മതത്തെ പഠിക്കുമ്പോൾ അതിലൂടെ സൗഹൃദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഓരോരുത്തരും അവരവരുടെ മതങ്ങളെ പഠിക്കട്ടെ എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പെരുന്നാൾ മുസ്ലിംകൾക്ക് മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും എല്ലാ ജാതി മതക്കാർക്കും ഞങ്ങളുടെ ആശംസകൾ പ്രത്യേകമായി അറിയിക്കുകയാണ്. നാം എപ്പോഴും ക്ഷമാശാലികളാവണം, സമാധാനികളാവണം. ലോകത്തിന് മുമ്പിൽ സമാധാനം പരത്തുന്നവരാവണം. ഒരിക്കലും അക്രമത്തിലേക്കും അനീതിയിലേക്കും പോകാൻ പാടില്ല. 24-ൻ്റെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, എപ്പോഴും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ 24. വിഭാഗീയ പ്രവർത്തനങ്ങളെ ഒരുമിച്ച് നിന്ന് ചെറുക്കണമെന്ന് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ. ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ തിരിയണമെന്നുകൂടി നമ്മൾ പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന എല്ലാ വർഗീയതയും വിഭാഗീയതയും തീവ്രവാദവും ഇല്ലായ്മ ചെയ്യുന്നതിന് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് പ്രത്യേക ബാധ്യതയുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്.